ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഒരു 2 ഡേയ്സ് ഒരു പോണ്ടിച്ചേരി ട്രിപ്പിന് വന്നിരിക്കുകയാണ്. ഞങ്ങളൊരു പാക്കേജ് എടുത്തിട്ടാണ് വന്നത്, കർണാടകയുടെ. അപ്പം ഞങ്ങൾ അത് ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. ഫസ്റ്റ് ഡേ ഞങ്ങൾ കുറച്ച് ബീച്ചിലും ഓറോവില്ല മ്യൂസിയം ഒക്കെയാണ് പോകുന്നത്. ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് പ്രൊമനൻറ്റ് ബീച്ചിലേക്കാണ്. ഇത് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അത് ജസ്റ്റ് ഇവിടെ ഒരു കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ബീച്ച് മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ ചുമ്മാ ഒന്ന് ബീച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ബീച്ച് എൻജോയ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും ഈ ബീച്ചിലില്ല. ഞങ്ങൾ വന്നിരിക്കുന്നൊരു 10 o'clock സമയമാണ്. നല്ല വെയിലുണ്ട്. അപ്പോൾ ഇവിടെ ബീച്ച് ആക്ടിവിറ്റീസ് അങ്ങനത്തെ ഒരു വാട്ടർ സ്പോർട്സ് ഒന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നത് മാത്രം. ഈ ബീച്ചിൻ്റെ ഒരു സൈഡ് ബീച്ചാണെങ്കിൽ മറ്റൊരു സൈഡ് ഫ്രഞ്ച് കോളനിയാണ്. നമുക്ക് ആ ഒരു സമയം ഫ്രഞ്ച് കോളനിയിലേക്ക് വന്ന് ജസ്റ്റ് ഒന്ന് കാണാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങളിവിടെ ഈ ഫ്രഞ്ച് കോളനി കൂടി ജസ്റ്റ് ഒന്ന് നടക്കുകയാണ്. അത്യാവശ്യം നല്ല രസമുണ്ട്, കാരണം ഫുൾ എല്ലാ മതിലും ഇങ്ങനെ കുറേ ഡ്രോയിങ്സും പിന്നെ നല്ല നല്ല ഫ്രണ്ട് ടൈപ്പും വീടുകളും നല്ല രസമുണ്ട്. നല്ല ബംഗ്ലാവുകളും പിന്നെ കുറേ ചെറിയ ചെറിയ റിസോർട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കൊരു 2 days ജസ്റ്റ് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന അങ്ങനെ ടൈപ്പ് ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ചുമ്മാ അതിൽ കൂടെയൊക്കെ നടക്കുകയാണ്. ഈ ബീച്ചിൻ്റെ ഒരു സൈഡിൽ ഒരു പർട്ടിക്കുലർ സൈഡിൽ നമുക്ക് ഇവരുടെ ഈ പോണ്ടിച്ചേരി ഗവൺമെൻറ് പല ഓഫീസുകളൊക്കെ കാണാൻ പറ്റും. കോപ്പറേറ്റീവ് ഓഫീസോ എന്തിപ്പോൾ മുനിസിപ്പാലിറ്റി എന്തോ അറിയില്ല, അങ്ങനെ കുറേ ഓഫീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ എന്തൊക്കെയോ ഈ ഗവൺമെൻറ് ബിൽഡിങ്സ് കുറേ കാര്യങ്ങൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. ബീച്ചിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഭാരതി പാർക്കും ഉള്ളത്. പഴയ പാർക്കാണ്. കാര്യമായിട്ട് അത്ര അടിപൊളി പാർക്കൊന്നുമല്ല, ജസ്റ്റ് ഒരു പാർക്ക് അത്രയേ ഉള്ളൂ. അങ്ങനെ വലിയ എക്സ്പെക്റ്റേഷനായിട്ടൊന്നും ഈ ഭാരതി പാർക്കിലേക്ക് വരണ്ട. ജസ്റ്റ് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും ചെറിയൊരു പാർക്ക് അത്രയേ ഉള്ളൂ. പിന്നെ സാധാ പോണ്ടിച്ചേരി വന്നു കഴിഞ്ഞാൽ കുറേ മ്യൂസിയങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ, പിന്നെ കുറേ ഫ്രഞ്ച് ടൈപ്പ് വീടുകളുണ്ട്. അവിടെ നമുക്ക് അവിടെ മുമ്പ് നിൽക്കുന്ന ഫോട്ടോ എടുക്കാം. അത്രയൊക്കെ മാത്രമേ ഈ ഒരു സൈഡിലുള്ളൂ. ആക്ച്വലി കാര്യമായിട്ടൊന്നും ഇല്ല ഇവിടെ ഒന്നും. പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് ഉള്ളിലോട്ട് നടന്നു പോയാൽ ഒരു വിനായക ടെമ്പിൾ ഉണ്ട്. അവിടെ അത്യാവശ്യം ഫേമസ് ആയ വിനായക ടെമ്പിളാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്, പുറത്തുനിന്ന് കാണാൻ പോലെ തന്നെ ഉള്ളിൽ നല്ല വലിപ്പമുണ്ട്. നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റും, യാതൊരു ഇഷ്യൂസൊന്നും കാര്യമില്ല. അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ പോകുന്നത് ഒരു ആശ്രമത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ആശ്രമമുണ്ട്, നമുക്ക് അതിനുള്ളിലൊന്നും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആശ്രമമെല്ലാം കഴിഞ്ഞു. അവിടെ ഒന്ന് ഫോണൊന്നും അലൗഡല്ല, ഫോൺ നമുക്ക് സ്വിച്ച് ഓഫൊക്കെ ചെയ്തിട്ട് കയറണം. പിന്നെ ഞങ്ങൾ പോകുന്നത് ഓറോവില്ലയിലേക്കാണ്. അത്യാവശ്യം നടക്കാനുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് അവിടുത്തെ ഒരു ക്യാബ് കിട്ടി, ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നില്ല. ഈ ഓറോവില്ല നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ കാര്യമുള്ളൂ. അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദൂരത്തുനിന്ന് നമുക്ക് ഓറോവില്ല കാണുക എന്നല്ലാതെ വേറൊന്നും നമുക്കവിടെ കാണാനൊന്നുമില്ല. അത്യാവശ്യം ഇങ്ങനെ ഈ ഒരു മരത്തിൻ്റെ ഇടയിലൊക്കെ ഫോട്ടോ എടുക്കാമെന്നല്ലാതെ
വേറെ ഒന്നും കാര്യമായിട്ട് ഇതിൻ്റെ ഓറോവില്ലിയിലില്ല. ജസ്റ്റ് നമുക്കൊരു 1 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഓറോവില്ലിനെ കാണാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോകാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ദൂരത്ത് ഫോട്ടോ എടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അവരുടെ തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ അവിടെ ഇങ്ങനെ വരി ക്യൂ നിന്നാൽ നമുക്ക് ബസ് വരും. അപ്പം നമുക്ക് അതിൽ കയറി പോകാം. അത്യാവശ്യം നമ്മുടെ വണ്ടിക്ക് നിർത്തിയിട്ട് സ്ഥലത്തേക്ക് നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ തന്നെയുള്ള ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ മാത്രമേ ഓറോവില്ല് കാണാൻ പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഞങ്ങൾ പോയത് പാരഡൈസ് ബീച്ചാണ്. അപ്പോൾ പാരഡൈസ് ബീച്ചിൽ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബോട്ട് എടുക്കാണ്ട്, എനിക്ക് തോന്നുന്നത് 500 രൂപ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു പെർ ഹെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അപ്പുറം ഒരു ഐലൻഡ് പോലത്തെ സ്ഥലത്ത് നമ്മൾ ഇവരെ ഇറക്കും. എനിക്ക് ഐലൻഡിലേക്ക് ഫുഡ് അങ്ങനെ കാര്യങ്ങളൊന്നും അവിടെ ഒന്നും കിട്ടില്ല. അപ്പോൾ അത്യാവശ്യമുള്ള ഇവിടെ നിന്ന് വാങ്ങിപ്പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ബിഫോർ 5 o'clock നമ്മൾ ഈവനിങ് 5 o'clock നമ്മൾ അവിടെ എത്തണം. അല്ലെങ്കിൽ ഈ ഒരു ബോട്ട് സർവീസ് സ്റ്റോപ്പ് ചെയ്യും. കാരണം അതൊരു ഐലൻഡ് ആയതുകൊണ്ട് അവിടെ ആരും താമസിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ഐലൻഡ് പോലെയുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നൈറ്റ് ബോട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു 5 o'clock കണ്ട് നമ്മൾ എത്തിയാൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അവർ ബോട്ട് സർവീസ് അവർ സ്റ്റോപ്പ് ചെയ്യും ആഫ്റ്റർ 5. ബോട്ടിൽ അത്യാവശ്യം ടൈമുണ്ട്. എനിക്കൊന്നൊരു 10-15 മിനിറ്റ് ബോട്ടിലിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഐലൻഡിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തി. ആ ഒരു ഐലൻഡിൽ ആ ഒരു ടൈപ്പ് ബീച്ചിലെത്തി. അപ്പം നമുക്കിവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. തിരിച്ച് ഇതേപോലെ ബോട്ട് നമ്മൾ ഇറക്കും. അതിന് വേറെ കാശൊന്നും കൊടുക്കണ്ട. അപ്പം ഇവിടെ നമുക്ക് ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നും കിട്ടില്ല. ചെറിയ കുറച്ച് കടകൾ മാത്രമുണ്ട്. അതായത് ബിയറും അങ്ങനത്തെ കാര്യങ്ങളും കിട്ടുന്ന മാത്രം. വേറെ അങ്ങനെ കടകളും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല. നമുക്ക് ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ പറ്റും. നല്ല ബീച്ചാണ്. ഈവനിങ് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. വെയിലൊന്നും ഇല്ലെങ്കിൽ നല്ല രസമാണ്. നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യമായിട്ട് പോണ്ടിച്ചേരി. അപ്പോൾ ഒരു 1 day എക്സ്പീരിയൻസ് വെച്ചിട്ട് വർത്താണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയാൻ വർത്തല്ല. ജസ്റ്റ് നമുക്ക് റിലാക്സ് ചെയ്യാൻ ഇങ്ങനെ ബീച്ച് കാണാനൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് പോണ്ടിച്ചേരിയിലേക്ക് വരാം. അത്രയേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും പോണ്ടിച്ചേരിയിലൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.